ഹലോ, ഇന്നൊരു ലോങ് വീഡിയോ ആണ്. നമ്മളിന്നൊരു സ്ഥലത്ത് ഒരു സംഭവം കാണാൻ പോവാണ്. അതായത് ദേശക്കുമ്മാട്ടി എന്ന് പറയും. പെരുവനം എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ട് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ. പെരുവനം ഗ്രാമത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഗ്രാമമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അവിടെ എല്ലാ കൊല്ലവും ഓണത്തിന് അവിടുത്തെ ആൾക്കാരെ കൂടി ഒരു ദേശക്കുമ്മാട്ടി എന്ന് പറഞ്ഞൊരു സംഭവം നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. എല്ലാ കൊല്ലവും തിരുവോണം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവർ ദേശക്കുമ്മാട്ടി നടത്തുന്നത്. ഇക്കൊല്ലം അത് 48ാമത്തെ ദേശക്കുമ്മാട്ടി ആയിരുന്നു. അപ്പോൾ ഞങ്ങളിതേ അവിടേക്ക് തിരിഞ്ഞു. പെരുവനം നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചേ ഉള്ളൂ, വണ്ടിയിൽ വരാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പെരുവനം എന്ന് പറഞ്ഞാൽ പെരുവനം ഗ്രാമത്തിലെത്തി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെരുവനം അമ്പലത്തിൻ്റെ നടവഴിയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് പെരുവനം പൂരമെല്ലാം നടക്കുന്നത്. പെരുവനം പൂരം ഇത്രയും വലിയൊരു നടവഴി, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേഡിയം പോലെയാണ്. ഈ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ആ പറമ്പിലും നിറച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ രണ്ട് സൈഡിൽ, ഒരു സൈഡിൽ പെരുവനം കുട്ടന്മാരുടെ വണ്ടി, ഇപ്പുറത്ത് പെരുവനം സതീശന്മാരുടെ പഞ്ചായത്ത് മേളം, അങ്ങനെ ഒരു എന്താ പറയുക, കണ്ണിന് കുളിർമയേകുന്ന വിസ്മയം എന്നൊക്കെ പറയില്ലേ, അത്രയും മേളക്കാർക്കും അതുപോലെ തന്നെ ഉത്സവ പ്രാന്തുള്ളവർക്കൊക്കെ അത് പ്രത്യേകിച്ച് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നിട്ടാണ് അവർ മേളം കുട്ടി കയറുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ഈ അമ്പലത്തിന് ഏതാണ്ട് 35,000 വർഷത്തിന് മേലെ പഴക്കം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വയംഭൂവായ ശിവലിംഗം, അതായത് ഇരട്ടയപ്പൻ പ്രതിഷ്ഠ. അതാണ് ഇവിടുത്തെ മെയിൻ എന്താ പറയുക പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഒരുമിച്ച് ഭരിക്കുന്ന ഒരു ക്ഷേത്രമാണത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം പോകാനുണ്ട്. നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വളരെ അടുത്താണ്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ഒരു 10 കിലോമീറ്റർ ഉള്ളിലോട്ട് നിയർലി വരും. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഈ ഒരു അമ്പലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വടക്കുംനാഥൻ അമ്പലത്തിൻ്റെ ഒരു ഇതുപോലെ തോന്നും. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, ഏതാണ്ട് അതുപോലെ ഒരു ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അമ്പലത്തിന് ചുറ്റും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഫ്രണ്ട് സൈഡിൽ തന്നെ മേക്കാവ് ഭഗവതി ക്ഷേത്രമുണ്ട്, തായങ്കുളങ്ങര ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലൂടെ പോവുകയാണെങ്കിൽ നറുകുളങ്ങര ക്ഷേത്രമുണ്ട്. അങ്ങനെ ചുറ്റും ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചേർപ്പ് ഭഗവതി ക്ഷേത്രമുണ്ട്. പെരുവനം എന്നുള്ളത്, പെരുവനം ആറാട്ടുപുഴ പൂരമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പൂരങ്ങളാണ്. അതിനെപ്പറ്റിയൊക്കെ വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് പെരുവനം ആറാട്ടുപുഴ പൂരം. പെരുവനം അതുപോലെ തന്നെ പെരുവനത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രമൊക്കെ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല നിങ്ങൾ. അതൊക്കെ എൻ്റെ അമ്മയുടെ നാടാണ്. എൻ്റെ അമ്മയുടെ വീട്ടുകാരും ഒക്കെ താമസിക്കുന്ന ആ ഭാഗത്താണ്. പെരുവനം ശരിക്കും പറഞ്ഞാൽ ഒരു മേളങ്ങളുടെ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മേളക്കാരാണ് അവിടെ പകുതി ഉള്ളത്. കാരണം മേളങ്ങളുടെ ഗ്രാമം, പഞ്ചാരി മേളത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ പറയും. അതായത് പഞ്ചാരി മേളം ഉണ്ടായത് പെരുവനം ക്ഷേത്രത്തിൽ നിന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. കാരണം ഈ നടവഴിയിൽ വെച്ചാണ് പഞ്ചാരി മേളത്തിൻ്റെ തുടക്കം എന്നും പറയുന്നുണ്ട്. പെരുവനം കുട്ടന്മാരാരെയും പെരുവനം സതീശന്മാരാരെയും ഒന്നും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണിത്. സന്ധ്യാസമയം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്പലം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നല്ലൊരു ആംബിയൻസാണ് അവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട്. ഞങ്ങൾ അമ്മ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടെ വന്നൊക്കെ ഇരിക്കാറുണ്ട് ഞങ്ങളെല്ലാവരും. എൻ്റെ അമ്മയൊക്കെ പണ്ട്. അപ്പോൾ നമ്മൾ ദേശക്കുമ്മാട്ടിയൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.